കർത്താവ് ആ പാത്രം കഴുകുവാൻ പറയുമായിരുന്നു. രണ്ടാമതായി ആ പാത്രത്തിൽ വെള്ളത്തിൽ സ്പർശിച്ച് കർത്താവ് ആ വെള്ളം മുഴുവൻ വീഞ്ഞാക്കിയതായി അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. മൂന്നാമതായി നാം കാണുന്ന ഒരു കാര്യം, യഹൂദന്മാരൊരിക്കലും കാല് കഴുകുവാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലെ വെള്ളം കുടിക്കുവാൻ തയ്യാറാകത്തില്ല. അങ്ങനെ അഥവാ ആ പാത്രത്തിൽ വീഞ്ഞ് നിറഞ്ഞിരുന്നാൽ അതിൽ പരം ഒരു അപമാനം ആ വീടിനുണ്ടാകാനില്ല. ഉദാഹരണത്തിന്, നമ്മൾ വീടുകളിൽ ബാത്റൂമിലോ ഒക്കെ ഉപയോഗിക്കുന്ന ബക്കറ്റിൽ വെള്ളം നിറച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥിക്ക് വേണ്ടി സ്ക്വാഷോ എന്തെങ്കിലും കുടിക്കാനുള്ള പാനീയം കൊടുത്താൽ അവർ കുടിക്കുമോ, കുടിച്ചാൽ തന്നെ അവരോട് ചെയ്യുന്ന ഒരു മാന്യതയാണോ അത്? എന്നതുപോലെ തന്നെ, എന്നാൽ അവിടെ വെള്ളം നിറഞ്ഞിരുന്നാൽ അതൊരു സ്വാഗതമാണ്. ഓരോ പാത്രങ്ങളും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ പ്രിയമുള്ളവർ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ കാണുന്ന ഒരു പ്രത്യേകത, ആ വീട്ടിൽ വെള്ളം നിറയ്ക്കുമ്പോൾ തന്നെ ആ വീട്ടിലേക്ക് ആവശ്യമായ ഭോജനത്തിന്റെ വർധനവൂടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ വെള്ളം ഇവിടെ നിറഞ്ഞിരുന്നാൽ ഇനിയും കൂടുതൽ ആൾക്കാർ ആ വീട്ടിലേക്ക് പ്രവേശിക്കും. ഇനിയും കൂടുതൽ ജനം ആ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ അവിടെ വീഞ്ഞ് മാത്രമല്ല, അവിടെ ഭക്ഷണത്തിന്റെ വർധനവൂടെ ഉണ്ടാകണം. അപ്പോൾ തീർച്ചയായും യേശു കർത്താവ് അവർക്ക് ആവശ്യമായ വീഞ്ഞും ഭക്ഷണവും വർദ്ധിപ്പിച്ചു കൊടുത്തു. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിലൂടെ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇതുവരെ പ്രസംഗിച്ചു കേട്ട പ്രസംഗങ്ങൾ ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന നിലയിലായിരിക്കില്ല. നമുക്കൊന്ന് മാറി ചിന്തിച്ചുകൂടെ? ഞങ്ങൾ ഈ ഒരു വിഷയം നിങ്ങളുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ വീടിനെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം അരുളുന്ന യേശു കർത്താവ് നമ്മുടെ വീടിന്റെ ആ മുൻഭാഗമാണ് അത് മാന്യതയുള്ളയാക്കി തീർക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ കലവറയിൽ ആവശ്യമായ ഭക്ഷണം ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ് നമ്മുടെ പൂമുഖം, നമ്മളുടെ ആ വാതിൽപ്പടികൾ ഭംഗിയുള്ളതായിരിക്കുന്നത്. അപ്പോൾ തന്നെ ജനം പ്രവേശിച്ചാൽ അവിടേക്ക് ഭക്ഷണത്തിനുള്ള ക്രമീകരണവും നമ്മുടെ കർത്താവ് ചെയ്യുവാൻ ശക്തനാണ്. തുടർന്നൊന്ന് ചിന്തിക്കണം, ആ ജനത്തെ ദൈവം ആദരിക്കുന്നതിൻ്റെ ഭാഗമായി മേൽത്തരമായത് കർത്താവ് അവരുടെ കൈകളിൽ കൊടുത്തു. ഇന്ന് പകൽക്കാലം മേൽത്തരമായത് ദൈവവേദനയെ നിനക്ക് തരുവാൻ കർത്താവ് ശക്തനാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. യേശു കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന ഏവരെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ,